മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ നൽകിയതാ. തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ നൽകിയതാ. യേശുവേ, യേശുവേ, കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഔവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ആമേൻ. മതി. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ച് അത്രേ പറയുന്നത്. സ്തോത്രം. എഫേസ്യ ലേഖനം പുതിയ നിയമത്തിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങളിൽ ഒരു ലേഖനമാണ്. സ്തോത്രം. പഴയ നിയമത്തിൽ ജോഷുവയുടെ പുസ്തകത്തിനുള്ള പ്രാധാന്യം, അതേ പ്രാധാന്യം പുതിയ നിയമത്തിൽ ഈ എഫേസ്യ ലേഖനത്തിനെ പറ്റിയുണ്ട്. ജോഷുവയുടെ പുസ്തകത്തിൽ വാഗ്ദത്ത ദേശത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള പഴയ നിയമ വിശ്വാസികൾക്ക് ആവശ്യമായ ബലം, ആവശ്യമായ ധൈര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ഈ എഫേസ്യ ലേഖനം ദൈവം അവനിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് ക്രിസ്തു യേശു മുഖാന്തരം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ എഫേസ്യ ലേഖനത്തിൽ പഠിക്കുന്നത്. ഒരാമ്യം പറഞ്ഞാട്ടെ. സ്തോത്രം. ജോഷുവയുടെ പുസ്തകത്തിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് വിളിച്ചു പറയുന്നുവെങ്കിൽ, ജോഷുവയുടെ പുസ്തകത്തിൽ
നിങ്ങൾക്കുള്ള ആ ലാൻഡ് അവിടെ ഉണ്ട്, വിശ്വാസത്തോട് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നു എന്ന് പഴയ നിയമവിശ്വാസികളെ ഉറപ്പിക്കുന്നു എങ്കിൽ, ജോഷുവയുടെ പുസ്തകത്തിൽ ലോകാവസാനം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തത്തിന്റെ ആരംഭം അവിടെ ഉണ്ടെങ്കിൽ, പുതിയ നിയമത്തിൽ എഫേസ്യ ലേഖനത്തിൽ സ്തോത്രം വിശ്വാസികളെ നിങ്ങൾക്ക് വേണ്ടിയുള്ള സകല അനുഗ്രഹങ്ങളും വാഗ്ദത്ത പ്രകാരം ക്രിസ്തുയേശു മുഖാന്തരം നിങ്ങൾക്ക് സർവശക്തനായ ദൈവം തന്നിരിക്കും എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരാമ്യം പറഞ്ഞാട്ടെ. സ്തോത്രം. ഈ എഫേസ്യ ലേഖനം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പഠിക്കുമ്പോൾ സ്തോത്രം അനേക വാഗ്ദത്തങ്ങൾ ഒന്നൊന്നായി നമുക്ക് പഠിക്കാൻ പറ്റും. സ്തോത്രം. പുതിയ നിയമത്തിൽ സഭയ്ക്ക് ആവശ്യമായ സകല ഉപദേശങ്ങളും തരാനുള്ള ഒരു മുഖാന്തരമായിരുന്നല്ലോ അപ്പോസ്തലനായ പൗലോസ്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഈ പൗലോസിനെ കൊണ്ട് എഴുതിപ്പിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് ഈ എഫേസ്യ ലേഖനം. സ്തോത്രം. ഈ എഫേസ്യ ലേഖനത്തിൽ ഈ പൗലോസിനെ ജീവിതം ഒന്ന് നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ, പൗലോസ് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ചെയ്ത പണിക്ക് വിശ്വസ്തനായിരുന്നു. അറിഞ്ഞ സത്യത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ക്രിസ്തുവിനെ അറിയുന്ന മുമ്പ് അന്നുണ്ടായിരുന്ന ആ വെളിപ്പാട് എന്തായിരുന്നു, ആ വെളിപ്പാടിന് വേണ്ടി പൂർണ്ണ ബലത്തോടെ പുറകെ നടന്ന് അതിനുവേണ്ടി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. സ്തോത്രം. അന്ന് അറിഞ്ഞ സത്യം പ്രകാരം ആ സത്യത്തിന് വേണ്ടി എന്തെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും അതിനുവേണ്ടി മൊത്തമായിട്ട് ഇൻവോൾവ് ആയിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ പൗലോസ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതാണ് പലപ്പോഴും ആരംഭ സഭയ്ക്ക് ഒരു മഹാ പ്രശ്നക്കാരൻ തന്നെയായിരുന്നു പൗലോസ്. പലയിടത്തും പോയി പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്, പലർക്കും ശല്യം ചെയ്തിട്ടുണ്ട്. എന്തു പറയണം, ഈവൻ സ്റ്റീഫന്റെ മരണത്തിനും സാക്ഷി നിന്ന ഒരു വ്യക്തിയാണ് ഈ പൗലോസ്. സ്തോത്രം. അന്ന് സ്റ്റീഫന്റെ മരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഒരു കാഴ്ചയാണ് സ്റ്റീഫൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. സ്വർഗം തുറന്ന ദൈവമോഹൻ, ദൈവപുത്രൻ അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച. സ്തോത്രം. ആ കാഴ്ച കണ്ട ഒരു നിമിഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഒരു പക്ഷേ അന്നേരം മുതൽ പൗലോസിന്റെ ഹൃദയത്തിൽ സംസാരിക്കാൻ തുടങ്ങി കാണും. ഇതുവരെ ഞാൻ കേട്ടും അറിഞ്ഞും ഇരുന്ന സത്യത്തിനപ്പുറമായി വേറെ ഏതോ ഒന്നുണ്ടല്ലോ. ഞാൻ എതിർക്കുന്ന ഈ ക്രിസ്തു ജീവനുള്ള ദൈവമാണല്ലോ. ഞാൻ എതിർക്കുന്ന ഈ ക്രിസ്തു, ഞാൻ എതിർക്കുന്ന കാര്യം, ഞാൻ എതിർക്കുന്ന കാരണം ഒരു പക്ഷെ തെറ്റായിരിക്കും എന്ന് ഒരു പക്ഷെ ആ നിമിഷം മുതൽ ഈ പൗലോസിന്റെ ഹൃദയങ്ങളിൽ സംസാരിക്കാൻ തുടങ്ങിക്കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ ആ തക്ക സമയം വന്നപ്പോൾ ദമാസ്കസിന്റെ പടിവാതിൽ ചെന്ന സമയത്ത് സ്തോത്രം, അവൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ കുതിരയിൽ നിന്ന് താഴെ വീണു. ദൈവത്തിന് അറിയാം ആരെയൊക്കെ എവിടെ നിന്നാ താഴെ ഇടേണ്ടിയെന്ന്. ഒരാമയം പറഞ്ഞാട്ടെ. ചിലർ സഞ്ചരിക്കുന്ന കുതിരയിൽ നിന്നാണ് തലമേം വീഴുന്നത്. ചില സഞ്ചരിക്കുന്ന സ്തോത്രം പാരമ്പര്യത്തിൽ നിന്ന് വീഴുന്നത്. ചില സഞ്ചരിക്കുന്ന ജോലിയിൽ നിന്നാണ് വീഴുന്നത്. ചില സഞ്ചരിക്കുന്ന സ്തോത്രം അവനുള്ള അന്തസ്സിൽ നിന്നാണ് വീഴുന്നത്. ദൈവം തമ്പുരാൻ അറിയാം ആരെ എങ്ങനെ വെച്ച് വീഴ്ത്തണമെന്ന്. സ്തോത്രം. പൗലോസ് സഞ്ചരിച്ചുകൊണ്ടിരുന്ന സ്തോത്രം ആ കുതിരയിൽ നിന്ന് താഴെ വീണ നിമിഷത്തിൽ സ്തോത്രം അവൻ അൺഎബിൾ ആകിയ, ഇതുവരെയും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവം ചിലപ്പോൾ ബൗണ്ടറികൾ വരയ്ക്കും. ഒന്ന് പറഞ്ഞാട്ടെ, ബൗണ്ടറികൾ. സ്തോത്രം. നമുക്ക് കഴിയും എന്ന് വിചാരിക്കുന്ന ഇടങ്ങളിൽ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന നേരങ്ങളിൽ സ്തോത്രം ദൈവം തമ്പുരാൻ ചില ബൗണ്ടറികൾ വരയ്ക്കും. നമ്മൾ എന്തെല്ലാം ശ്രമിച്ചിട്ടും ആ ബൗണ്ടറിയിൽ നിന്ന് വെളി വരാൻ പറ്റത്തില്ല.
സ്തോത്രം. ഇന്ന് രാവിലെ അങ്ങനത്തെ ബൗണ്ടറികൾ ഉണ്ടെങ്കിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ദൈവം നിന്നോട് സംസാരിക്കുന്ന നിമിഷമാ. God wants to talk to you something. ദൈവം നിന്നോട് ഏതാണ്ടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സ്തോത്രം. You are trying. പലതും നീ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ സ്തോത്രം പല വഴികൾ, പല വാതിലുകൾ നീ മുട്ടിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. പല കാര്യങ്ങളിലും സ്തോത്രം എന്താണ് നടക്കാൻ പോകുന്നത് എന്ന വിചാരത്തോടെ നീ ഭാരപ്പെട്ട് പലപ്പോഴും പലതും ട്രൈ ചെയ്യുന്നു. But that door is not opening. ആ വഴി തുറക്കുന്നില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, ദൈവം തമ്പുരാൻ ഒരു ബോക്സിൽ നിന്ന് ഇട്ടിരിക്കുകയാണ്. കാരണം നിന്റെ ജീവിതം ഇനിയും ചിലതൊക്കെ എല്ലാം ഒരു പുതിയ ലെവലിലേക്ക് ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പൗലോസ് അധികാര പത്രങ്ങളുമായിട്ടാ പോയത്. He knew what to do. അവിടെ ചെന്ന് എന്താണ് ചെയ്യേണ്ടിയെന്നുള്ള വ്യക്തമായ പ്ലാനുമായിട്ട് കടന്നു പോയത്. സ്തോത്രം. ലക്ഷ്യമില്ലാതെ പോയവനല്ല. സ്തോത്രം. ഡമാസ്കസിൽ പോയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞു പോയ വ്യക്തിയാ. സ്തോത്രം. ലക്ഷ്യമില്ലാതെ പോയവനല്ല. He knew what he was up to. സ്തോത്രം. അധികാരപത്രവുമായിട്ട് അതോറിറ്റിയുമായിട്ട് കടന്നു പോകുമ്പോൾ സ്തോത്രം പെട്ടെന്ന് നമ്മുടെ കുതിരയിൽ നിന്ന് താഴെ വീഴുന്ന ഒരു വെളിച്ചം കാണുന്നു. സ്തോത്രം. അവന് മുമ്പോട്ട് ചലിക്കാൻ പറ്റാത്ത ചില അവസ്ഥകൾ. ഇന്ന് രാവിലെ അങ്ങനത്തെ ഉള്ളവരുണ്ടെങ്കിൽ സ്തോത്രം അല്പം നേരം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കേ. ഞാൻ പറയാം സ്തോത്രം, നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്നത് ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദൈവരാജ്യത്തിന് ചില സ്തോത്രം ചെയ്തെടുക്കുവാനുള്ള ചില കാര്യങ്ങൾ സ്തോത്രം നിന്റെ ഓട്ടത്തിന് പ്രകാരമല്ല, നിന്റെ ലക്ഷ്യത്തിന് പ്രകാരമല്ല, നിന്റെ സ്തോത്രം ഡയറക്ഷനിലല്ല. ദൈവം തന്നെ നിന്റെ ലൈഫിൽ തന്നെ ഒന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സ്തോത്രം ജീവിതത്തിന് രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നീ ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്തോത്രം ജോലിയിൽ നിന്ന് ദൈവം നിന്നെ ചിലത് മാറ്റി നിന്റെ പുതിയ ലെവലിലേക്ക് ഉപയോഗിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. God just wants to change your life. സ്തോത്രം. അവിടെ വെച്ച് പൗലോസിന്റെ ജീവിതം മാറാൻ തുടങ്ങി. സ്തോത്രം. അതുവരെയും ആക്ച്വലി ശൗലായിരുന്നു. ശൗൽ എന്ന് പറയുന്നത് സ്തോത്രം ഒരു ഹെബ്രായ പേരാണ്. സ്തോത്രം. എന്നാൽ പുതിയ ഒരു ദൗത്യം പ്രാപിച്ച ശൗല് ഇനിയും ഉണ്ടായിരുന്ന ആ ബാക്ക്ഗ്രൗണ്ട്, ആ ഹെബ്രായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വ്യക്തിയല്ല ദൈവം കണ്ടിരിക്കുന്നത്. സ്തോത്രം. ഈ ജാതികൾക്ക് വേണ്ടിയുള്ള ഒരു അപ്പോസ്റ്റലായിട്ടാണ് സ്തോത്രം ഈ പുതിയ പൗലോസിനെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വെച്ചൊരു പേര് മാറ്റം നടക്കുക. He is no more Saul, he is now going to be known as Paul. സ്തോത്രം. ഇനി പൗലോസായിട്ടാണ് അറിയപ്പെടാൻ പോകുന്നത്. സ്തോത്രം. ആ പൗലോസിനെ ദൈവം പല പല കൃപകൾ കൊടുത്തു. പ്രസംഗിക്കുമായിരുന്നു. എന്നാൽ പ്രസംഗത്തിന് അപ്പോസ്തലന്മാരുടെ ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ പത്രോസ് പ്രസംഗിക്കുന്ന പോലത്തെ ഒരു പ്രസംഗിക്കാനുള്ള കൃപ ചിലപ്പോൾ പൗലോസിന് കാണത്തില്ല. സ്തോത്രം. പത്രോസ് പ്രസംഗിച്ചപ്പോൾ സ്തോത്രം ഒറ്റ പ്രസംഗത്തിൽ 3000 ജനങ്ങൾ കരഞ്ഞ് ദൈവസാന്നിധ്യത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഞങ്ങൾ എന്തോ ചെയ്യണം? ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു മാനസാന്തരപ്പെട്ടു, ദൈവവചനം കേട്ടു. സ്തോത്രം. ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് അന്നത്തെ കാലത്ത് സ്തോത്രം മാനസാന്തരപ്പെട്ടു എങ്കിൽ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹി വാസ് എ ഗുഡ് പ്രീച്ചർ. സ്തോത്രം. പത്രോസ് നല്ല പ്രാസംഗികനായിരുന്നു. എന്നാൽ സ്തോത്രം പൗലോസിനെ പറ്റി അങ്ങനെ ഒരു കാര്യം നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. പൗലോസിനെ പറ്റി പക്ഷെ വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്. പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്തോത്രം ഉറങ്ങി വീണ കാര്യം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പക്ഷെ വേറെ ഒരു കാര്യം കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഉറങ്ങി അവൻ മേളിൽ നിന്ന് താഴെ വീണവനെന്ന് കഴുത്തൊടിഞ്ഞു. പ്രസംഗത്തിന്റെ ഇടയ്ക്ക് വെച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെല്ലുകയാ പൗലോസ്. അവിടെ ചെന്നിട്ട് സ്തോത്രം അവന്റെ കഴുത്തെ പിടിച്ചു. സ്തോത്രം. അവന് സൗഖ്യം വന്നു. സ്തോത്രം. അപ്പം പൗലോസിനൊരു കൃപയുണ്ടായിരുന്നു. അവന്റെ പ്രസംഗത്തിൽ ആരെങ്കിലും ഉറങ്ങി വീണെങ്കിൽ അവനെ സൗഖ്യമാക്കാനുള്ള കൃപയുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പൗലോസിനെ കൊടുത്തിരുന്ന ടാലന്റ് എഴുതാനായിരുന്നു. സ്തോത്രം. അവൻ എഴുതി.
സ്തോത്രം. അന്നത്തെ സഭ കടന്നു പൊയ്ക്കൊണ്ടിരുന്ന വിഷയങ്ങളെ പറ്റി പൗലോസ് എഴുതാൻ തുടങ്ങി. സ്തോത്രം. അത് ഇന്നും തലമുറകൾ കൈമാറിക്കൊണ്ടിരിക്കുക. ഇന്നും സ്തോത്രം കുവൈറ്റിലുള്ള റീവാവിൽ ക്രിസ്ത്യൻ ചർച്ചിനും ആമേൻ സ്തോത്രം അന്ന് പൗലോസ് എഴുതിയ അതേ വചനമാണ് എനിക്ക് നിങ്ങൾക്ക് ജീവൻ തരാൻ പോകുന്നത്. എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ ആമേൻ രൂപാന്തരപ്പെടുത്താൻ പോകുന്നത്. നിനക്ക് പ്രസംഗിക്കാനായിരിക്കത്തില്ല കഴിവ്, നിനക്ക് എഴുതാനായിരിക്കും കഴിവ്. നിനക്ക് പ്രാർത്ഥിക്കാനായിരിക്കത്തില്ല കഴിവ്, നിനക്ക് പാടാനായിരിക്കും കഴിവ്. നിനക്ക് സ്തോത്രം ഒരു വ്യക്തിയോട് സംസാരിക്കാനായിരിക്കും കഴിവ്. എന്നാൽ ഒരു കാര്യം പറയാം, എന്റെ ദൈവം തമ്പുരാൻ കഴിവ് കൊടുക്കാതെ ഒരു വ്യക്തിയെ പോലും ഈ ലോകത്തിൽ വിട്ടിട്ടില്ല. അടുത്തുള്ള വ്യക്തിയുടെ കൈ അന്ന് തൊട്ടിട്ട് പറഞ്ഞാട്ടെ, God has given you. God has given you. ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ മാതാവിന് ചിലപ്പോൾ മനസ്സിലാകത്തില്ല, നമ്മുടെ പിതാവിന് മനസ്സിലാകത്തില്ല, ആമേൻ സ്തോത്രം ബന്ധുമിത്രാദികൾക്ക് മനസ്സിലാകത്തില്ല. അവരുടെ മുമ്പ് സ്തോത്രം നമ്മളൊരു വേസ്റ്റ് ആയിരിക്കാം. സ്തോത്രം അധികാരികൾക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ എൻ്റെ കർത്താവ് ആമേൻ സ്തോത്രം ഈ കൃപ തരാതെ ഒറ്റ വ്യക്തിയെയും ഈ ലോകത്തിൽ അയച്ചിട്ടില്ല. എനിക്ക് കാണാൻ പറ്റാത്തത് നിനക്ക് കാണാം. കാരണം എന്താണെന്നറിയാമോ? യു ആർ ഡിഫറെന്റ്. സ്തോത്രം. എനിക്ക് ചെയ്യാൻ പറ്റത് നിനക്ക് ചെയ്യാം. കാരണം എന്താണെന്നറിയാമോ? യു ആർ ഡിഫറെന്റ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നാണ് വിട്ടിരിക്കുന്നത്. ഈ പൗലോസ് എഴുതാൻ തുടങ്ങി. സ്തോത്രം. സഭയ്ക്ക് വേണ്ടിയുള്ള ലേഖനങ്ങൾ എഴുതി ആമേൻ സ്തോത്രം. സഭകളുടെ അകത്ത് വിശുദ്ധിയെ പറ്റി എഴുതി, സഭകളുടെ ഇടയ്ക്ക് ദൈവകൃപയെ പറ്റി എഴുതി, ക്രിസ്തീയ ജീവിതത്തെ പറ്റി എഴുതി. സ്തോത്രം. അങ്ങനെ എഫെസ്യ ലേഖനം 5-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ ആത്മീയ ജീവിതം എങ്ങനെയായിരിക്കണം? വാട്ട്സ് എ ക്രിസ്ത്യൻ ലൈഫ്? വാട്ട്സ് എ സ്പിരിച്വൽ ലൈഫ്? എന്താണ് ആത്മീയ ലേഖനം? ആത്മീയ ജീവിതം എന്താണ് എന്ന് എഴുതിക്കൊണ്ട് വരികയാ. സ്തോത്രം. 17-ാം വാക്യം കഴിയുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ. സ്തോത്രം. 18-ാം വാക്യം ഞാൻ വായിക്കാം. 17. Don't act thoughtlessly, but understand what the Lord wants you to do. ചിന്തിക്കാതെ നിങ്ങൾ പ്രവർത്തിക്കരുത്. എന്നാൽ ദൈവം എന്താണ് നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, ചിന്തിക്കാതെ പ്രവർത്തിക്കരുത്. ഒന്ന് പറഞ്ഞാട്ടെ, കയ്യൊന്നിങ്ങനെ വെച്ചിട്ട്. ചിന്തിക്കാതെ പ്രവർത്തിക്കരുത്. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വചനമാണ്. സ്തോത്രം. ചിന്തിക്കാതെ പ്രവർത്തിക്കരുത്. ബട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദി ലോർഡ് വാണ്ട്സ് യു ടു ഡു. ദൈവം എന്താണ് നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സ്തോത്രം. സഭയോട് അങ്ങനത്തെ ഒരു ദൂത് പറഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് സഭയിലുള്ള ജനങ്ങൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ടായിരുന്നു എന്ന അർത്ഥം. മെക്കാനിക്കൽ ലൈഫായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, വൈകിട്ട് പോയി കിടക്കുന്നു, രാവിലെ പകലെല്ലാം ചെയ്യേണ്ട ജോലികൾ അവർ ചെയ്തുകൊണ്ടിരുന്നു. അതല്ലാതെ അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, പ്രൊഡക്ഷൻ, ആമേൻ സ്തോത്രം, ആ ഫോർവേഡ്നെസ് അവരിൽ നിന്ന് സംഭവിക്കുന്നില്ലായിരുന്നു. സ്തോത്രം. അങ്ങനത്തെ ഒരു വ്യക്തികളോടാണ് സ്തോത്രം സഭയ്ക്ക് വേണ്ടി പൗലോസ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ചിന്തിക്കാതെ പ്രവർത്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്. സ്തോത്രം. അതിൻ്റെ 18-ാം വാക്യം. Don't be drunk with wine, because that will ruin your life. Instead, be filled with the Holy Spirit, singing psalms and hymns and spiritual songs among yourself, making music unto the Lord. സ്തോത്രം. ആ ജനങ്ങളോട് പറയാണ്, നിങ്ങളിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങുക. ടോക്ക് ടു യുവർ സെൽഫ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നീ നിന്നോട് തന്നെ ഒന്ന് സംസാരിക്കണം. പ്രയാസം വരുമ്പോൾ പിശാച് കടന്നു വരും, നിന്നെ തകർക്കാൻ നോക്കും. കഴിഞ്ഞു, നിന്റെ ജീവിതം കഴിഞ്ഞു. പിശാച് പറയും, ഇനി ഒരു ചാൻസുമില്ല. സ്തോത്രം. ഇതുവരെയും അധ്വാനിച്ചത് മൊത്തം പോയി, നിന്റെ പേര് പോയി, നിന്റെ റെപ്യൂട്ടേഷൻ പോയി, നിന്റെ കുടുംബത്തിന്റെ മുമ്പിൽ നീ എങ്ങനെ പോയി നിൽക്കും? സ്തോത്രം. എന്താണ് ഇങ്ങനെ ഒരു ജീവിച്ചുള്ള പ്രയോജനം? എന്താണ് ഇത്? നിന്റെ ജീവിതം വേസ്റ്റ് ആണ്. പലതും പിശാച് വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയങ്ങളിൽ സ്തോത്രം പൗലോസ് പറയാണ്, ടോക്ക് ടു യുവർ സെൽഫ്.
നീ നിന്നോട് തന്നെ സംസാരിക്കണം. ആമേൻ, സ്തോത്രം. ഞാൻ പൗലോസ് ചോദിക്കുകയാണ്, എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്? പൗലോസ് പറയും, സ്തോത്രം, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതെന്നോ പറ. നീ ചുമ്മാ പറ. സ്തോത്രം. ബി എ ഫൂൾ ഫോർ എ മിനിറ്റ്. ഒരു മൂടനെ പോലെ ഒന്നും നീ ചിന്തിക്കേണ്ട. ഒരു നിമിഷം നീ ഇങ്ങനെ പറയാൻ തുടങ്ങ്, ആമേൻ, ഞാൻ ഇതിനെക്കാട്ടിലും വലിയ തകർച്ച എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, എന്നാൽ അവിടെ എല്ലാം ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ പലതും കൈവിട്ടു പോയി, എന്നാൽ അവിടെ എല്ലാം ദൈവം എന്നെ നഷ്ടപ്പെടുത്തിയില്ല. എന്റെ ദൈവം എന്നെ കൈവിടാതെ നയിച്ചു. എന്റെ ജീവിതം അവസാനിച്ചു എന്ന് ഞാൻ കരുതിയപ്പോൾ, സ്തോത്രം, സർവശക്തനായ ദൈവം എന്റെ കൂടെ ഇരുന്നു. അവൻ കൈപിടിച്ചു. എങ്ങനെ നാളെ ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഭയപ്പെട്ടു. എങ്ങനെ എന്റെ കുടുംബത്തെ നടത്താൻ പറ്റുമെന്ന് ഞാൻ ഭയപ്പെട്ടു. എങ്ങനെ രണ്ടുപേരുടെ മുഖത്ത് നോക്കാൻ പറ്റുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അവിടെ എല്ലാം എനിക്ക് ഒന്നും നഷ്ടപ്പെടാൻ ഇടവരുത്താതെ എന്നെ ദൈവം നടത്തി. ടോക്ക് ടു യുവർ സെൽഫ്. സംസാരിക്ക. മറ്റടുത്തുള്ള ജനങ്ങൾക്ക് മനസ്സിലാകയില്ല ഇവൻ എന്താണ് സംസാരിക്കേണ്ടത്. അവർക്ക് മനസ്സിലാകത്തില്ല, സ്തോത്രം, ഇവൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ നോക്കുമ്പോൾ, സ്തോത്രം, ഇന്ന് കേൾക്കാം ഇവന്റെ അവസാനം, ഇന്ന് കാണാം ഇവന്റെ അവസാനം. ഇവിടെ പെട്ടി മടക്കി പോകുന്നത് ഇപ്പോൾ കാണാം. എയർപോർട്ടിൽ പോയി ഞാനും കൈയടിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ, ആമേൻ, സ്തോത്രം, നിനക്കൊരു അവസാനം വരുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? നീ നിന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഓ മൈ സോൾ, ടോക്ക് ടു ഗോഡ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും ഓർത്തേ. അവൻ നടത്തിയ വഴികളെന്ന് ഓർത്തേ. അവൻ നിന്നെ വിടുവിച്ച വഴികളെന്ന് ഓർത്തേ. അവൻ എത്ര നല്ലവനായിരുന്നു, അവൻ എത്ര വിശ്വസനായിരുന്നു. Be fool for a minute. Be fool for a minute. ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കേ. ഒരു മിനിറ്റ് നീ ഓർത്തു നോക്കിക്കേ, നിന്നെ എവിടെ എല്ലാം ദൈവം നടത്തി. പൗലോസ് പറയാണ്, സ്തോത്രം, നീ സംസാരിക്ക. ടോക്ക്. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എഴുതിയിരിക്കുന്നു, സിംഗിങ് ഹിംസ്. മലയാളത്തിൽ എങ്ങനെയാണത്? ആത്മീയ ഗീതങ്ങൾ. സ്തോത്രം. സിംഗിങ് ഹിംസ്. ഈ വാക്ക് ഹിം, ഗീതങ്ങൾ എന്ന്, സ്തോത്രം, ഹിം എന്ന് പറയുമ്പോൾ, സ്തോത്രം, ഹൈമൻ എന്ന വാക്കിൽ നിന്ന് വന്നതാ ഹിം. സ്തോത്രം. ഹൈമൻ എന്ന് പറയുന്നത്, സ്തോത്രം, നമുക്കറിയാം ശരീരത്തുള്ള ആ ഫ്ലഷാണ്. സ്തോത്രം. ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് മാറ്റുന്ന ഒരു ഫ്ലഷാണ് ഈ ഹൈമൻ. സ്തോത്രം. ആ ഹിം എന്ന് പറയുന്നത് ആ വാക്കിൽ നിന്ന് വന്നതാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ, ആമേൻ, സ്തോത്രം, നീ ആത്മീയ ഗീതങ്ങൾ, നിന്റെ ജഡീയ വിഷയങ്ങളെ കണ്ട, ഫിസിക്കലായിട്ട് നീ അനുഭവിക്കുന്ന നിന്റെ വിഷയങ്ങളെ നീ ഓർത്ത് അവിടെ നിന്ന്, സ്തോത്രം, അടുത്ത ഒരു ലെവലിലേക്ക് ഉയരുവാൻ ആത്മീയ ഗീതങ്ങൾ. സ്തോത്രം. അതിന് രാഗം വേണമെന്നില്ല, അതിന് ട്യൂൺ വേണമെന്നില്ല, അതിന് വേർഡിങ്സ് വേണമെന്നില്ല. റോമലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ഞരക്കങ്ങൾ വരെയും അതിന് ആത്മീയ ഗീതങ്ങളായി മാറും. ചില മൂളൽ വരെയും ആത്മീയ ഗീതങ്ങളായി മാറും. ചില സമയത്ത് മനസ്സിലാകത്തില്ല, എന്നാൽ ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ, സ്തോത്രം, അവിടെയും സ്തോത്രം, I mean, you are transforming yourself from one level to another level. A hymen breaking. സ്തോത്രം. ഒരു ലെവലിൽ നിന്ന് പൊട്ടിച്ച് നിന്നെ അടുത്ത ലെവലിലേക്ക് നീ കയറിയ. സ്തോത്രം. പൗലോസ് പറയാണ്, സ്തോത്രം, ആത്മീയ ഗീതങ്ങളാൽ പാടി അവർ ദൈവത്തെ സ്തുതിക്കുക. ടോക്ക് ടു യുവർ സെൽഫ്. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്, സ്തോത്രം, 18 വാക്യം കഴിഞ്ഞ്, I mean, singing psalms and hymns and spiritual songs among yourself and making music to the Lord in your hearts. 20 വാക്യം, and give thanks for everything to God the Father in the name of our Lord Jesus Christ. എല്ലാത്തിനുമായി നന്ദി പറയുക. സ്തോത്രം. ഞാനൊന്ന് നിന്നു ആ വാക്യം കേട്ടപ്പോൾ, സ്തോത്രം, ഞാൻ നിന്നത് എന്തിനാണെന്നറിയാമോ? സ്തോത്രം, എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ പ്രയാസത്തിന് വേണ്ടി ഞാൻ നന്ദി പറയണോ? ഇന്ന് ഞാൻ കടന്നു പോകുന്ന ഈ ബുദ്ധിമുട്ടിനായി ഞാൻ നന്ദി പറയണോ? സ്തോത്രം. I thought
ഈ വിഷയം കടന്നു വന്നപ്പോൾ, ഈ പ്രതിസന്ധി വന്നപ്പോൾ എൻ്റെ ജീവിതം അവസാനിച്ചു. പക്ഷെങ്കിൽ ഇവിടെ പൗലോസ് പറയാണ്, സ്തോത്രം, give thanks for everything. Praise the Lord. എല്ലാത്തിനുമായി നന്ദി. എൻ്റെ പ്ലാനും എൻ്റെ ടൈം ടേബിളും മാറുന്നുകൊണ്ട് നന്ദി പറയുക. എൻ്റെ ഇഷ്ടങ്ങൾ മാറുന്നുകൊണ്ട് നന്ദി പറയുക. എൻ്റെ ആഗ്രഹങ്ങൾ മാറുന്നുകൊണ്ട് നന്ദി പറയുക. എൻ്റെ ഇഷ്ടപ്രകാരമല്ല ദൈവം കാര്യങ്ങൾ നടത്തുന്നത്, അതുകൊണ്ട് നന്ദി പറയുക. സ്തോത്രം. പക്ഷേ സ്തോത്രം, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പൗലോസിന്റെ ടോൺ അങ്ങ് മാറുക. ഒരു സംബന്ധമില്ലാതെ ഒരു ഉപദേശത്തിലേക്ക് കടന്നു വരുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ തുടങ്ങുന്നത് ഏത് വെച്ചാ? ഭാര്യമാരെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. സ്തോത്രം. ഞാൻ വിചാരിച്ചു ഇതെന്താ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ടോപ്പിക് ചേഞ്ച്. സ്തോത്രം. കുറച്ചുകൂടെ വായിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി പൗലോസിന്റെ മെസ്സേജ് എന്തായിരുന്നു. അതാണ് അവസാനമായി നമ്മൾ വായിച്ച ആ വിഷയം എന്തായിരുന്നു. സ്തോത്രം. ഇത് ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ച് അത്രേ പറയുന്നത്. ഒരാമ്യം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്കിനി ഇങ്ങൊന്ന് കടന്നു പോകാം. ഭാര്യമാരോടുള്ള ഉപദേശം എന്തായിരുന്നു? സബ്മിഷൻ. സ്തോത്രം. സബ്മിഷൻ. ഭാര്യമാർ സ്വന്തം ഭർത്താക്കന്മാരെ കീഴടങ്ങുവീൻ. സ്തോത്രം. എൻ്റെ വീട്ടിലൊരു പെണ്ണുണ്ട്. ഞാൻ വളർന്നു വന്നപ്പോൾ എൻ്റെ വീട്ടിലൊരു എൻ്റെ പെങ്ങളുണ്ടായിരുന്നു, കൊച്ചു പെങ്ങൾ. ഇവർ രണ്ടുപേരുടെയും ജീവിതം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. രണ്ട് കാലേ നടക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ആദ്യമേ ഒരു പാവയെ വെച്ചുകൊണ്ടൊരു ജീവിതം. ഒരു ബാർബി ഡോൾ കൊണ്ടുവരും, അതിനെ ഒരുക്കും, അതിനെ കുളിപ്പിക്കും, അത് കയ്യിലൊക്കെ എടുത്തുകൊണ്ട് നടക്കും. കുറച്ചുകൂടെ ഒന്ന് വളർന്നു വരുമ്പോൾ ഒരു കുക്കിംഗ് സെറ്റ് എടുക്കും. ഞാൻ നാട്ടിൽ പോകുമ്പം പറയുമ്പോൾ എനിക്ക് കുക്കിംഗ് സെറ്റ് വേണം, കിച്ചൺ സെറ്റ് വേണം. സ്തോത്രം. ആ കിച്ചൺ സെറ്റിൽ ഉള്ള ആ സാധനങ്ങൾ വെച്ച് ഇവരെല്ലാം ഈ കളിയാ. സ്തോത്രം. ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സും ഈ ഒരു ജീവിതം കഴിഞ്ഞു പോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം. അവർ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സ്തോത്രം. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ യാഥാർത്ഥ്യം പോലെ സംസാരിച്ചേ പറ്റൂ. സ്തോത്രം. ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്ന ആ വിവാഹിത ജീവിതത്തിന് വേണ്ടി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. നിങ്ങൾ ഇപ്പോൾ കൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങളെ ബാർബി ഡോളായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കൊണ്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന ചപ്പാത്തിയും ദോശയും അന്ന് ചെറിയ കളിപ്പാട്ടങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഭർത്താക്കന്മാരെ പോലെ പ്രാക്ടീസ് ചെയ്ത് കളിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളെ വളർത്തി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കളിച്ചിട്ടില്ല. കടയിൽ പോയി കൊണ്ടുവന്ന സാധനങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ കളിച്ചിട്ടില്ല. അപ്പോൾ എൻറ്റർ ചെയ്തിരിക്കുന്ന ഈ വിവാഹിത ജീവിതത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ പറയുന്നത് ശരിയാണോ? സ്തോത്രം. അപ്പം ഈ ഒരു ലൈഫാണ് നിങ്ങളുടെ ലൈഫ്. നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് കൂടുതലാ. ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളുടെ പ്രയോറിറ്റീസ് വേറെയാ. സ്തോത്രം. ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഡീൽ ചെയ്യാനുള്ള അഭ്യാസമില്ല. സ്തോത്രം. പക്ഷെങ്കിൽ ഈ ഒരു ഡിഫറൻസ് വരുമ്പോൾ തിരുവചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എത്ര വലിയ ശമ്പളക്കാരനാണെങ്കിലും, എത്ര വലിയ ശമ്പളക്കാരിയാണെങ്കിലും, എത്ര വലിയ പഠിത്തമുണ്ടെങ്കിലും, എത്ര വലിയ അന്തസ്സുണ്ടെങ്കിലും, സ്തോത്രം, സബ്മിറ്റ്, കീഴ്പ്പെടുക. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകണം, ഈ മനുഷ്യൻ എക്സ്പീരിയൻസ് ഇല്ലാത്തവനാ. പലതിലും നിങ്ങളെപ്പോലെ കൈ തെളിഞ്ഞവരല്ല. ദേ ആർ ജസ്റ്റ് ലേണിംഗ്. സ്തോത്രം. എന്നാലും തിരുവചനം പഠിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? സ്തോത്രം, സബ്മിറ്റ്.
സബ്മിറ്റ്. ഇതിനുള്ള രഹസ്യം പറഞ്ഞുതരാം കുറച്ചുകൂടി കഴിയുമ്പോൾ. സ്തോത്രം. ആ സബ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഇഷ്ടം ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യയുടെ ഇഷ്ടം ഇങ്ങനെയാണ്, സ്തോത്രം, എന്നാലും അച്ചായൻ പറയുന്ന പോലെ സ്തോത്രം ഞാൻ ചെയ്യാം എന്ന് പറയുന്നതാണ് സബ്മിഷൻ. സ്തോത്രം. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ തന്നെ ചെയ്യും, ഇങ്ങനെ ആയിരിക്കണം എന്ന് പിടിച്ചു വച്ചു കഴിഞ്ഞാൽ സ്തോത്രം അത് സബ്മിഷൻ അല്ല അവിടെ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? വായിച്ചാട്ടെ. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി. സ്തോത്രം. പൗലോസ് പറയാണ് കർത്താവിന് കീഴ്പ്പെടാൻ നിങ്ങൾക്ക് ഈസിയാ. പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് പോയി ദൈവസന്നിധി സമർപ്പിക്കും. പെട്ടെന്ന് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ കാണാത്ത ആ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതിനെ പോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ദൈവം തന്നിരിക്കുന്ന ഭർത്താക്കന്മാരുടെ മുമ്പിലും നിങ്ങളെ സമർപ്പിക്കണം. If you cannot submit to someone whom you cannot see, you cannot submit to someone who you can see. സ്തോത്രം. സമർപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാരോട് പറയുക, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. സ്തോത്രം. ഭർത്താക്കന്മാരെ നോക്കിക്കാട്ടെ, എന്നെ നോക്കിക്കാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞപ്പോഴും ചിലർ നോക്കാതിരുന്നു, പിന്നെ ഞാൻ നോക്കിയത് അവർ കല്യാണം കഴിയാത്തവരാ. സ്തോത്രം. സ്നേഹിപ്പിൻ, ഭാര്യമാരെ സ്നേഹിപ്പിൻ ക്രിസ്തു സ്നേഹിച്ചതുപോലെ. സ്തോത്രം. ഈ സ്നേഹം എന്ന് പറയുന്നത് എന്താ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എൻ്റെ സകല പ്രയോറിറ്റീസും മാറ്റിവെച്ച് എൻ്റെ ഫസ്റ്റ് ഫോക്കസ് ആയിരിക്കണം എൻ്റെ ഭാര്യ. സ്തോത്രം. പലതും എൻ്റെ ജീവിതത്തിൽ ആഗ്രഹം കാണും, ഇഷ്ടങ്ങൾ കാണും, എന്നാൽ എൻ്റെ ഭാര്യ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കണം. സ്തോത്രം. അവളെ ഞാൻ ശ്രദ്ധിക്കേണ്ട പോലെ ശ്രദ്ധിക്കുകയും സ്നേഹിക്കേണ്ട പോലെ ഞാൻ സ്നേഹിക്കുമ്പോൾ സ്തോത്രം എൻ്റെ ആരാധന ജീവിതമാണ് അവിടെ ഇംപ്രൂവ് ആകുന്നത്. സ്തോത്രം. ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വന്നു. നമുക്ക് കടന്നു പോകാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക്. അതിൻ്റെ 1-ാം ദിവസം ദൈവം വെളിച്ചത്തെ ഉണ്ടാക്കി. സ്തോത്രം. വെളിച്ചത്തെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ദൈവം അത് നോക്കിയിട്ട് പറയുകയാണ് ദിസ് ഇസ് ഗുഡ്. സ്തോത്രം. 2-ാം ദിവസം ദൈവം വെള്ളവും കരയുമായിട്ട് വ്യത്യാസങ്ങളെ കൊണ്ടുവന്നു. He separated the earth. അത് കഴിഞ്ഞിട്ട് പറയാണ് ദിസ് ഇസ് ഗുഡ്. 3-ാം ദിവസത്തെ സൃഷ്ടി കഴിഞ്ഞു, ദൈവം പറഞ്ഞു ദിസ് ഇസ് ഗുഡ്. 4-ാമത്തെ ദിവസത്തെ സൃഷ്ടി കഴിഞ്ഞു, ദൈവം പറഞ്ഞു ദിസ് ഇസ് ഗുഡ്. 5-ാം ദിവസത്തെ സൃഷ്ടി കഴിഞ്ഞു, ദൈവം പറഞ്ഞു ഇത് നല്ലത്. 6-ാം ദിവസത്തെ സൃഷ്ടി കഴിഞ്ഞു, ദൈവം പറഞ്ഞു ഇത് നല്ലത്. 6-ാം ദിവസത്തെ സൃഷ്ടി എങ്ങനെ ആയിരുന്നു? നമുക്കൊന്ന് വായിക്കാം 1-ാം അധ്യായം. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് 27-ാം വാക്യം. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി ദൈവം അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ചത് ആമേൻ സ്തോത്രം മനുഷ്യനെയാണ്. ആമേൻ സ്തോത്രം. So God created human beings in his own image. ആ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുമ്പോൾ ആമേൻ സ്തോത്രം ദൈവം ആദാമിനെ സൃഷ്ടിച്ചെന്ന ആദാം എന്ന് പറയുമ്പോൾ സ്തോത്രം ആ മണ്ണിൻ്റെ അകത്ത് ജീവശ്വാസത്തെ ഊതി തന്ന ആ വ്യക്തിത്വം, അതാണ് ആദാം. സ്തോത്രം. ആ ആദാമിന്റെ പ്രത്യേകതയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ ഹി ക്രിയേറ്റഡ്. ആ ആദാം സൃഷ്ടിച്ചപ്പോൾ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനിൽ ദൈവസ്വരൂപമായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? ആദാമിനെ ആണും
പെണ്ണുമായി സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. 2-ാം അധ്യായത്തിലാണ് പിന്നെ ഹവ്വയുടെ സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ ഹവ്വയുടെ സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന ആദാം, സ്തോത്രം, അവനിൽ ദൈവസ്വരൂപമായിരുന്നു. ദൈവസ്വരൂപം ആയിരുന്ന ആദാം ഇന്ന് ഞാനും നിങ്ങളും ആയിരുന്ന സ്വരൂപത്തിൽ നിന്ന് വ്യത്യാസമാ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം. ഇന്ന് എനിക്കും നിങ്ങൾക്കുമുള്ള രൂപത്തിൽ നിന്ന് വ്യത്യാസമാണ്. ആമേൻ, സ്തോത്രം. ആ ദൈവസ്വരൂപത്തിലുണ്ടായിരുന്ന ആദാം. സ്തോത്രം. അങ്ങനല്ലേ എഴുതിയിരിക്കുന്ന 27-ാം വാക്യം? ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു. സ്തോത്രം. നമ്മൾ മനുഷ്യൻ വീണ് കഴിഞ്ഞതിന്റെ പ്രൊഡക്റ്റാ. അത് കാരണമാണ്, സ്തോത്രം, നമുക്ക് ആ പാപസ്വരൂപമുള്ളത്. സ്തോത്രം. ഈ ആദാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആദാം ചെയ്തത് എന്താ? പ്രൈസ് ദി ലോർഡ്. ആദാം ചെന്ന് ഓരോ മൃഗങ്ങൾക്ക് പേര് കൊടുക്കാൻ തുടങ്ങി. ഓരോ മൃഗങ്ങൾക്ക് അന്നത്തെ ഡാറ്റാബേസ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്ന് പോലും ഓരോ മൃഗങ്ങളുടെ പേരെന്താണ് നമുക്ക് മനസ്സിലാകുന്നില്ല. സ്തോത്രം. ഒരു സൂയി കടന്നു പോയി കഴിഞ്ഞാൽ ഇതെന്താന്ന് നമ്മളിപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. എന്നാൽ ആദാം എഴുന്നേറ്റ് കഴിഞ്ഞു. സ്തോത്രം. ആമേൻ. അവൻ്റെ സ്വരൂപത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞ ഒരു സ്തോത്രം പേര് കൊടുക്കാൻ തുടങ്ങി. മുമ്പിൽ പോകുന്നതിന് എല്ലാത്തിനും പേര് കൊടുത്ത് ആമേൻ, സ്തോത്രം, കൊടുത്തു കഴിഞ്ഞപ്പോൾ ആമേൻ, ഇങ്ങനെയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, ഗോഡ് സോ ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഗുഡ്. എല്ലാം ഗുഡാണ് പറഞ്ഞു കഴിഞ്ഞിട്ട് ആമേൻ, സ്തോത്രം, പെട്ടെന്ന് സ്വർഗം ഒന്ന് കാണുകയാ. ദിസ് ഈസ് നോട്ട് ഗുഡ്, ദാറ്റ് ദിസ് മാൻ ഈസ് അലോൺ. ഇവനൊരു തക്ക തുണയില്ല, അത് നല്ലതല്ല. ബാക്കിയെല്ലാം നല്ലതാണ് എന്ന് പറഞ്ഞു. എത്ര പേരുണ്ട് എൻ്റെ കൂടെ ഉണ്ട് ഇന്ന് രാവിലെ? സ്തോത്രം. ഇവൻ തന്നെ ആയിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവനെ പെട്ടെന്നൊന്ന് ഉറക്കി. എനിക്കൊരു വോളണ്ടറി വേണമല്ലോ ഇന്ന്. കം. സ്തോത്രം. ഒന്ന് കേട്ടേ. ഉറക്കി. ആദാം ഉറങ്ങുക. സ്തോത്രം. ഈ ആദാം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവന്റെ സൈഡിൽ നിന്ന് ആ റിബങ്ങ് വലിച്ചൂരുന്നു. സ്തോത്രം. അവന്റെ സൈഡിൽ നിന്ന് ആ വാരിയല് എടുത്തു. അങ്ങനല്ല വചനം. സ്തോത്രം. അവന്റെ സൈഡിൽ നിന്ന് വാരിയല് എടുത്തു കഴിഞ്ഞ് അപ്പോൾ അവൻ എന്തില്ല? സ്തോത്രം. അവന് ആ റിബില്ല. ഇവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഇതുവരെയും അവന്റെ കൂടെ ഇല്ലാത്ത ഒരു വ്യക്തിത്വം അവന്റെ കൂടെ നിൽക്കുന്നു. അവൻ അതിന് പേരിട്ടു വുമാൻ, അല്ലേ? സ്തോത്രം. അപ്പം ഇതാരാ? ഇവനിൽ നിന്ന് ഇത് മൈനസായി, റിബ് മൈനസായി. സ്തോത്രം. അപ്പം ഇവൻ കംപ്ലീറ്റ് ആകുന്നത് എങ്ങനെയാ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. ഇവനിൽ ഉണ്ടായിരുന്ന, ഈ ആദാമിൽ ഉണ്ടായിരുന്ന ഈ വാരിയൽ എടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചു. അപ്പോൾ ഈ ഹവ്വ ഇല്ലെങ്കിൽ ഈ ആദാം ഇൻകംപ്ലീറ്റാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ആരാധനയെ പറ്റി എഴുതി വരുന്ന പൗലോസ് എന്താണ് പെട്ടെന്ന് ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഉപദേശിക്കാൻ തുടങ്ങിയത്. എന്റെ കുടുംബജീവിതം ശരിയല്ല എങ്കിൽ ആമേൻ, സ്തോത്രം, എന്റെ ആരാധനയിൽ തകരാറുണ്ടെന്നാ. സ്തോത്രം. I am not complete as long as my partner is with me. എന്റെ കൂടെ ഉള്ള ആ കംപ്ലീറ്റ് ആക്കുന്ന എന്റെ തുണ എന്റെ കൂടെ ഇല്ല എങ്കിൽ, താങ്ക് യു മോനെ, എന്റെ ജീവിതം കംപ്ലീറ്റ് അല്ല.
സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ പൗലോസ് പഠിപ്പിച്ചു വരികയാ. സ്തോത്രം. നമുക്ക് ഒന്നുകൂടെ വായിച്ചാട്ടെ അതിൻ്റെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്ന്. അവണ്ണം ഭർത്താക്കന്മാരെ തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നു. 25-ാം വാക്യം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. സ്തോത്രം. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഫോർ ദ ഹസ്ബൻഡ്സ് ദിസ് മീൻസ് ലവ് യുവർ വൈഫ്സ് ജസ്റ്റ് ആസ് ക്രൈസ്റ്റ് ലവ് ദി ഹി ഗേവ് അപ്പ് ഹിസ് ലൈഫ് ഫോർ ഹർ. അവന്റെ ജീവിതം സഭയ്ക്ക് വേണ്ടി കൊടുത്തു. ക്രിസ്തു യേശുവെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഹി ഗേവ് അപ്പ്. സ്തോത്രം. ഗിവിങ് ആൻഡ് റിസീവിങ് ആണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ. സ്തോത്രം. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, നമ്മൾ ചുടു ആഴത്തിലേക്ക് കടന്നു പോകാൻ പോകുകയാണ്. ഗിവിങ് ആൻഡ് റിസീവിങ്. ക്രൈസ്റ്റ് ഗേവ്. ക്രിസ്തു കൊടുത്തു. എന്താ കൊടുത്തത്? അവന്റെ ജീവിതം. ആർക്കു വേണ്ടിയാ കൊടുത്തത്? സഭയ്ക്ക് വേണ്ടി. ആരാ റിസീവ് ചെയ്തേ? സഭ റിസീവ് ചെയ്തു. ഒന്ന് പറഞ്ഞാട്ടെ എൻ്റെ കൂടെ. ക്രിസ്തു ജീവൻ കൊടുത്തു. സ്തോത്രം. റിസീവ് ചെയ്തത് ആരായിരുന്നു? സഭ. സ്തോത്രം. ക്രിസ്തു ജീവൻ കൊടുത്തു, സഭ അത് റിസീവ് ചെയ്തു. സ്തോത്രം. അപ്പം മനുഷ്യൻ ആണ്, ഭർത്താവ് എന്താ ചെയ്യേണ്ടത്? സ്തോത്രം. കൊടുക്കുന്നത്. പ്രാപിക്കുന്നത് ആരാ? ഭാര്യ. സ്തോത്രം. ഈ ഒരു ഓർഡർ തെറ്റിപ്പോയത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഇതുകൊണ്ടാണ് സ്തോത്രം വീഴ്ച വരാൻ കാരണം. സ്തോത്രം. എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? സ്തോത്രം. ഈ ഒരു ഓർഡർ ഉൽപ്പത്തി പുസ്തകത്തിൽ തെറ്റിക്കൊണ്ടാണ് മനുഷ്യവർഗത്തിന് പാപം കയറി വരാൻ കാരണം. ദൈവം ഉണ്ടാക്കിയ ഓർഡർ, സ്തോത്രം, മാൻ ഷുഡ് ഗീവ്, ഹസ്ബൻഡ് ഗീവ്, ഭാര്യ റിസീവ് ചെയ്യേണ്ടതായ. സ്തോത്രം. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? സ്തോത്രം. അവ ആപ്പിൾ തിന്നതിലല്ല വീഴ്ച വന്നത്. അവൾ ആപ്പിൾ തിന്നിട്ട് ആദാമിന് കൊടുത്തു. സ്തോത്രം. പ്രാപിക്കേണ്ടവൻ വാങ്ങിച്ചു. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. പ്രാപിക്കേണ്ടവൻ വാങ്ങിച്ചപ്പോൾ സ്തോത്രം പാപം ലോകത്തിലേക്ക് കടന്നു വന്നു. അവിടാണ് തകരാറ് പറ്റാനുള്ള കാരണം. സ്തോത്രം. ആദാം കൊടുക്കേണ്ടവനാ, എന്നാൽ ആദാം കൊടുക്കാതെ സ്തോത്രം ഔവ കൊടുത്തത് അവൻ വാങ്ങിച്ചു. പാപം കടന്നു വരിക. സ്തോത്രം. അതുകൊണ്ടാണ് സ്തോത്രം പൗലോസിന് സ്തോത്രം സഭയെ പറ്റി പറയുമ്പോൾ, ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ, ആരാധനയെ പറ്റി പറയുമ്പോൾ ഈ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. He has to mention this. He has to mention this. സ്തോത്രം. ആ ഓർഡർ തെറ്റിയത് സ്തോത്രം അതാണ് ആരാധനയുടെ പരാജയം. അതാണ് സ്തോത്രം കുടുംബജീവിതത്തിന്റെ പരാജയം. അതാണ് ലോകത്തിന്റെ പരാജയം സംഭവിക്കാനുള്ള കാരണം. സ്തോത്രം. പ്രാപിക്കേണ്ടവൻ സ്തോത്രം പ്രാപിക്കാതെ, കൊടുക്കേണ്ടവൻ കൊടുക്കാതെ. സ്തോത്രം. ഇന്ന് രാവിലെ സ്തോത്രം അതാണ് പൗലോസ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. നോക്കിക്കേട്ടെ, വീണ്ടും വരാം നമുക്ക് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തേക്ക്. വീണ്ടും വായിച്ചാട്ടെ അത് വചനം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. സ്തോത്രം. ഭർത്താക്കന്മാര് എപ്പോഴും ഒക്കുപേഷനലാ. ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം. ആദാം എഴുന്നേറ്റപ്പോൾ മുതൽ തുടങ്ങിയത് എന്താ? പേര് കൊടുക്കാനാണ് തുടങ്ങി. Praise the Lord. He is occupied. സ്തോത്രം. എന്നാൽ ഭാര്യമാരെപ്പോഴും റിലേഷനല്ല, അവർക്കെപ്പോഴും ബന്ധങ്ങളാ കാര്യം. സ്തോത്രം. രണ്ട് ആണുങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാൽ സ്തോത്രം ആദ്യം ചോദിക്കുന്നത് എവിടെ ജോലി ചെയ്യുന്നത്? സ്തോത്രം. ഒരാൾ പറയും ഞാൻ അൽഗാനിത്തിൽ, മറ്റൊരാൾ പറഞ്ഞാൽ അൽഷായല. സ്തോത്രം. ഞാൻ ഇന്നടത്ത. അവർക്ക് വിഷയമല്ല മറ്റൊന്ന്. സ്തോത്രം. ഭാര്യമാർ ചോദിച്ചു കഴിയുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? നാട്ടിലെവിടാ, എങ്ങനെയും ബന്ധം കയറി പിടിക്കാമോ എന്ന് ചോദിക്കും. സ്തോത്രം. റിലേഷണൽ. എന്നാൽ ഭർത്താക്കന്മാർക്ക് അതൊരു വിഷയമല്ല. ആദാം അവരുടെ അപ്പൻ തുടങ്ങിയത് പണിഹ. സ്തോത്രം. ദേ സ്റ്റാർട്ടഡ്. അവർ തുടങ്ങിയത് തന്നെ സ്തോത്രം പേര് കൊടുത്തോണ്ട്. അവർക്ക് ബിസിനസ് ഉണ്ട്, അവർക്ക് കാര്യമുണ്ട്. പ്ലെയിനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് സ്തോത്രം നീ എന്തിനു പോവാ, നീ എന്താ? മറ്റൊന്നും അവർക്ക് വിഷയമല്ല.
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പം ഈ ഒരു സർക്കംസ്റ്റാൻസസിൽ പൗലോസ് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? സ്തോത്രം. സഭ എന്ന് പറയുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, ആ സ്നേഹത്തിൻ്റെ അടയാളം എന്തായിരുന്നു എന്നറിയാമോ? ക്രിസ്തു അവൻ്റെ ജീവൻ സഭയ്ക്ക് വേണ്ടി കൊടുത്തു. സ്തോത്രം. അപ്പം സ്നേഹം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ജീവനെ കൊടുക്കാൻ റെഡിയായിരിക്കും. സ്നേഹം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സ്തോത്രം. എൻ്റെ ഇഷ്ടങ്ങൾ വരെയും അവിടെ സ്തോത്രം സമർപ്പിക്കപ്പെടണം. ഭാര്യയോട് പറയാണ്, നിനക്ക് KFC ആണ് ഇഷ്ടം, എനിക്ക് മക്ഡൊണാൾഡ്സ് ഇഷ്ടം. പക്ഷെങ്കിൽ ഭാര്യയെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പന പ്രകാരം, സ്തോത്രം, അവൾ നഷ്ടപ്പെട്ടു പോകരുത്. ഞാൻ വിട്ടുകൊടുക്കാൻ പറ്റുന്ന സ്ഥാനങ്ങളിൽ, ഞാൻ മരിക്കാൻ പറ്റുന്ന സ്ഥാനങ്ങളിൽ, ഞാൻ എന്നെ തന്നെ അവസാനിക്കാൻ പറ്റുന്ന സ്ഥാനങ്ങളിൽ എന്നെ തന്നെ ഒന്ന് താഴ്ത്തിവെക്കണം. സ്തോത്രം. ഭാര്യയുടെ മുമ്പിൽ അത് ഞാൻ താഴുകയല്ല, ഞാൻ അവളെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാ. സ്തോത്രം. എൻ്റെ മീശയ്ക്ക് കട്ടി കുറയുകയല്ല, എൻ്റെ അന്തസ്സിന് കട്ടി കുറയുകയല്ല. സ്തോത്രം. അത് കാരണം, സ്തോത്രം, ഞാൻ അവളെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുകയാണ്. സ്തോത്രം. നീ പിന്മാറാതെ ഇരുന്ന സ്ഥാനത്ത് ഞാൻ, സ്തോത്രം, എൻ്റെ സ്നേഹം നിന്നെ കാണിക്കുന്നു. സ്തോത്രം. അതാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങളെയും കാണിച്ചു തന്നത്. സ്തോത്രം. അവന് മാറാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ ഒരു കരച്ചിൽ, എന്താ കരഞ്ഞത്? സ്തോത്രം. എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം അവിടെ നടക്കട്ടെ. സ്തോത്രം. എല്ലാ പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നപ്പോൾ, സ്തോത്രം, അവിടെ വെച്ച് നേടാൻ പോകുന്ന സഭയെ കണ്ട് ക്രിസ്തു പറയാണ്, സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തു കുറഞ്ഞോ? അതുകൊണ്ട് ക്രിസ്തു കുറഞ്ഞോ? കുറഞ്ഞില്ല. സ്തോത്രം. അവന്റെ സ്നേഹമാണ് ഇന്നും ഞാൻ പാടുന്നത്. അർഹതയില്ലാത്ത എനിക്ക് വേണ്ടി അവൻ ക്രൂശിൽ തൊങ്ങിയല്ലോ. പാപിയായിരുന്ന എനിക്ക് വേണ്ടി അവൻ മറ്റതെല്ലാം വിട്ടുകളഞ്ഞിട്ട് പിന്നെയും എനിക്ക് വേണ്ടി മരിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബഹുകാലം സ്തോത്രം. ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, സ്തോത്രം, എന്താണെന്നറിയാമോ? ഒരു സമർപ്പിക്കപ്പെട്ട ജീവിതമാ. ഒരു സമർപ്പിക്കപ്പെട്ട ജീവിതമാ. സമർപ്പിക്കപ്പെട്ട ജീവിതമാ. ദൈവസ്കാരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഈ സബ്മിഷൻ എൻ്റെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ, സ്തോത്രം, ആമേൻ, ഞാനും നിങ്ങളും അറിയാതെ, സ്തോത്രം, ദൈവം പുതിയ ലെവലുകളിൽ എന്നെ നിങ്ങളെ കൊണ്ടുപോകാൻ ശക്തനായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പാടി തുടങ്ങുന്നത്, ഡു തിങ്സ് തോട്ട്ഫുള്ളി. ചിന്തിച്ച് ചെയ്യുക. എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് കടന്നു വരുമ്പോൾ, നിങ്ങൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ചിന്തിക്കുക, കാൽവരി ക്രൂശിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെ. സ്തോത്രം. എല്ലാ മുട്ടുകളും മടക്കാവും. സർവശക്തന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. സ്തോത്രം. ഒന്നാം ആദാം, സ്തോത്രം, വാങ്ങിക്കേണ്ടാത്തത് വാങ്ങിച്ചു, അവിടെ വീണുവെങ്കിൽ രണ്ടാമത്തെ ആദാം ക്രിസ്തു, സ്തോത്രം, അത് കറക്റ്റ് ചെയ്യാൻ എനിക്ക് വേണ്ടി ജീവനെ തന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ എനിക്ക് വേണ്ടി ജീവനെ തന്നു. സ്തോത്രം. അവയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് ഞാൻ പാപത്തെ ഏറ്റെടുത്തുവെങ്കിൽ, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ എനിക്ക് വേണ്ടി തന്നത്, സ്തോത്രം, അന്ന് അവ്വ എന്നിൽ കൊണ്ടുവന്ന പാപം, ആദാം പാപനിമിത്തം എന്നിൽ കൊണ്ടുവന്ന ആ ശാപം, ക്രിസ്തുവേശു മുഖാന്തരം, സ്തോത്രം, അതിൽ നിന്ന് എനിക്ക് വിടുവിക്കപ്പെടാൻ ഇന്ന് രാവിലെ, സ്തോത്രം, എത്ര പേര് ആ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സർവശക്തന്റെ കരങ്ങൾ ആ ശാപങ്ങളൊന്ന് വിട്ടുവെക്കുക. ആ ശാപങ്ങൾ ഇന്ന് രാവിലെ ഒന്ന് പൊട്ടട്ടെ. പാപനിമിത്തം വന്ന ശാപങ്ങൾ എന്താണെങ്കിലും കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ബഹുകാലം, സ്തോത്രം, പൊട്ടിക്കാൻ ശക്തനായ ദൈവമാ.
അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ സ്തോത്രം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ക്രിസ്തുയേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല, ഒരു സഭയും സ്ഥാപിച്ചിട്ടില്ല, ഒരു ആചാരത്തെയും സ്ഥാപിച്ചിട്ടില്ല. ക്രിസ്തുയേശു സ്തോത്രം ജീവൻ തരാനാണ് വന്നത്. അവൻ സ്നേഹം കാണിക്കാനാണ് വന്നത്. സ്തോത്രം. അവൻ കുടുംബത്തെ ഉണ്ടാക്കാനാണ് വന്നത്. അവൻ സഭയുണ്ടാക്കാനാണ് വന്നത്. ഇന്ന് രാവിലെ സ്തോത്രം ഇത് പ്രാപിക്കാൻ എത്ര പേരുണ്ട്? തകർന്നിരിക്കുന്ന കുടുംബ ജീവിതത്തെ കർത്താവ് പുതിയതായി പണിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് കർത്താവ് പണിയാൻ ശക്തനാ. സർവശക്തനായ ദൈവം നിന്റെ കുടുംബത്തെ പുതിയതായിട്ട് പണിയാൻ ശക്തനാ. നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭം ഇന്ന് രാവിലെ ഉണ്ടാകട്ടെ. എല്ലാവരും നിന്നെ കൈവിട്ടു. നീ പ്രതീക്ഷിച്ച വഴികൾ നിനക്ക് അവൻ തുണയായി വന്നില്ല എങ്കിലും യേശുവിനെ സ്വീകരിക്കുക. അവൻ നിന്റെ പിതാവായി, നിന്റെ മകനായി, അവൻ നിന്റെ സഹോദരനായി, നിന്റെ ഭർത്താവായി അവൻ നിന്റെ കൂടുണ്ട്. നിന്റെ കൂട്ടാളിയായി നിന്റെ കൂടുണ്ട്. അവൻ നിനക്ക് വേണ്ടി വഴിയൊരുക്കും. അവൻ നിനക്ക് വേണ്ടി അമേൻ ഒരു വഴിയൊരുക്കും. എത്ര പേര് അവനോട് പ്രാർത്ഥിക്കാനാണ് ഇന്ന് രാവിലെ സമയം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന? എല്ലാ കണ്ണുകളും അടച്ചിരിക്കുമ്പോൾ ആ കരങ്ങളിൽ ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചാട്ടെ. ആ യേശുവേ എന്നൊന്ന് വിളിച്ചാട്ടെ. യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ നിന്റെ മക്കളുടെ ജീവിതത്തിലുള്ള ശാപങ്ങളൊന്ന് മുറിയട്ടെ. നിന്റെ മക്കളുടെ ജീവിതത്തിലുള്ള കെട്ടുകളൊന്ന് മുറിയട്ടെ. അന്യായ ബന്ധനങ്ങളൊന്നും മുറിയട്ടെ. അവരിൽ കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളും പൈശാചിക ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറുക. വിട്ടുമാറ്, വിട്ടുമാറ്. കുടുംബങ്ങളെ കർത്താവിന് രാവിലെ ഒന്നാക്കട്ടെ. കുടുംബങ്ങളെ കർത്താവിന് രാവിലെ ഒന്നാക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ ഒന്ന് ഒന്നാക്കട്ടെ. കുടുംബങ്ങളിലുള്ള സകല ഡിഫറൻസുകൾ ഇന്ന് രാവിലെ ഒന്ന് മാറട്ടെ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. നിന്റെ മക്കൾ നിങ്ങൾക്കുള്ള അനുഗ്രഹമാ. നിന്റെ ഭാര്യ നിനക്കുള്ള അനുഗ്രഹമാ. നിന്റെ ഭർത്താവ് നിനക്കുള്ള അനുഗ്രഹമാ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ സമാധാനത്തെ അയക്കണമേ. പാപം സോഷ്യൽ കൾച്ചറിനെ പൊട്ടിച്ചുവെങ്കിൽ യേശു കർത്താവ് അതിനെ ഒന്നാക്കുകയാ. അതേ ഒന്നാക്കുകയാ. രാവിലെ യേശുവേ എന്നൊന്ന് വിളിച്ചു. നീ വിളിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീ വിളിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ കൈപിടിക്കും അവൻ, നിന്നെ ഉയർത്തും അവൻ നിന്നെ നടത്തും. അവൻ നിന്നെ വിശ്വസ്തനായി കൂടെ ഇരുന്നോളും. സ്തോത്രം. നീ തകരാൻ സമ്മതിക്കത്തില്ല അവൻ. സ്തോത്രം.